നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുന്നോടിയായുള്ള 48 മണിക്കൂറിൽ കർശന നിയന്ത്രണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കും. വോട്ടർമാർ ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലുടനീളം LDF അനുകൂല തരംഗമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരളം കൊണ്ടുവന്ന ജനകീയ ബദൽ രാജ്യത്താകെ രൂപപ്പെടണമെന്ന ആശയമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. RSSനെതിരായ വോട്ടുകൾ സ്വീകരിക്കുമെന്നും MA ബേബി. നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുന്നോടിയായുള്ള 48 മണിക്കൂറിൽ കർശന നിയന്ത്രണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് 48 മണിക്കൂർ മുമ്പ് പാലിക്കേണ്ട കർശനമായ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വോട്ടർമാർ ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 48 മണിക്കൂർ സമയം എല്ലാ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണവും നിരോധിച്ചു. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് 48 മണിക്കൂർ മുമ്പ് പാലിക്കേണ്ട കർശനമായ നിയന്ത്രണങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. 1951 ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 126 പ്രകാരം വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനോ പങ്കെടുക്കാനോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ, വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റ് വിനോദ പരിപാടികൾ എന്നിവയ്ക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ, മറ്റ് സമാന ഉപകരണങ്ങൾ വഴി തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. റേഡിയോ വഴിയുള്ള പ്രചാരണങ്ങൾക്കും നിരോധനം ബാധകമാണ്. വോട്ടെടുപ്പ് ദിവസവും അതിന്റെ തലേ ദിവസവും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്ത പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടി ഭാരവാഹികളും പ്രചാരണ സമയം അവസാനിച്ചാലുടൻ മണ്ഡലം വിട്ടുപോകണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്. LDF അനുകൂല തരംഗമാണ് കേരളത്തിലുടനീളം അലയടിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരളം കൊണ്ടുവന്ന ജനകീയ ബദൽ രാജ്യത്താകെ രൂപപ്പെടണമെന്ന ആശയമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. LDF MLA-മാർ അവരവരുടെ മണ്ഡലത്തിൽ സ്വീകാര്യരാണെന്നും സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വോട്ടും വാക്കും സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് LDF അനുകൂല തരംഗമാണ് അലയടിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കേരളം കൊണ്ടുവന്ന ജനകീയ ബദൽ രാജ്യത്താകെ രൂപപ്പെടണമെന്ന ആശയമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വോട്ടും വാക്കും സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു MA ബേബി. FCRA നിയമം നടപ്പാക്കാൻ BJP സർക്കാർ ഒരുങ്ങുന്നത് ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമാണെന്നും MA ബേബി പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്താണ് ഈ നിയമം ആദ്യമായി കൊണ്ടുവരുന്നത്. RSSനെ അതിൽ നിന്ന് ഒഴിവാക്കി. ആദ്യത്തെ കോൺഗ്രസ് RSS ഡീലായിരുന്നു അത്. ഇപ്പോഴും RSSനെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവരെ ഒഴിവാക്കിയെന്ന് കോൺഗ്രസ് വിശദീകരിക്കണമെന്നും MA ബേബി പറഞ്ഞു. ഫാസിസ്റ്റ് സ്വഭാവത്തിൽപ്പെട്ട RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന BJP ഉയർത്തുന്ന ഭീഷണികളാണ്. അത് നവഫാസിസ്റ്റ് സ്വഭാവം പലപ്പോഴും ആർജിക്കുന്നു. വൻകിട കുത്തകകളുമായി കൂട്ടുചേർന്ന് തൊഴിലാളികളും കൃഷിക്കാരും സാധാരണക്കാരും ഇടത്തരക്കാരും എല്ലാം അടങ്ങുന്ന വിവിധ വിഭാഗം ജനങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ കടന്നാക്രമണം നടത്തുന്നു. അതുപോലെ പാർലമെന്ററി ജനാധിപത്യത്തിനും മതനിരപേക്ഷ ഇന്ത്യ എന്ന ഭരണഘടനാ മൂല്യങ്ങൾക്കും പരിക്കേൽപ്പിക്കുന്നു. അതുകൊണ്ട് CPIM അതിൻ്റെ സർവശക്തിയും ഉപയോഗപ്പെടുത്തുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കും, രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ഫാസിസ്റ്റ് RSS നേതൃത്വത്തിന്റെ BJPക്കെതിരായി സാധ്യമായത്ര വിസ്തൃതമായ സമരനിര വളർത്തിയെടുക്കുകയും ഒന്നാമത്തെ കടമയായി BJPയെയും അതിൻ്റെ കൂട്ടാളികളെയും തോൽപ്പിക്കുന്നതിന് ഊന്നൽ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം CPIMന്റെ സ്വതന്ത്രമായ ശക്തി, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക, ഈ ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ ഉൾപ്പെടെ ജനാധിപത്യ ധ്വംസനം നടത്തിയതിന് സർവകാല റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ അധ്യക്ഷന് അധികാര വികേന്ദ്രീകരണം കേരളത്തെ മോശാവസ്ഥയിലെത്തിച്ചെന്ന് പറയാനുള്ള ധാർമ്മികതയില്ലെന്നും MA ബേബി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ടാങ്കറിൽ വെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ LDF അംഗങ്ങൾ ധർണ നടത്തി. സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു. ടാങ്കറിൽ വെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. വേണുഗോപാലപിള്ള സമരം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും അതുപോലെ ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും പെട്ടെന്ന് അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്നാണ്. പക്ഷേ ആ ഗ്രൂപ്പിൽ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഒരു മറുപടി പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ സുനീസമൻ പ്രഭ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10-12 ദിവസമായി ഒരു പൈപ്പ് പൊട്ടി അതിന്റെ ഭാഗം മുറിഞ്ഞു മാറിപ്പോയിട്ട് ആ ഭാഗത്ത് വെള്ളം ഒഴുകിക്കിടക്കുന്നതിന്റെ വീഡിയോ അടക്കം വിട്ടുകൊടുത്ത് ഇന്ന് വരെ അതെന്തായി, അത് എവിടെയാണ് എന്ന് പോലും ചോദിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. സി സന്തോഷ്, PT റോയി, നിസ, ഷീല, കവിത, വിഷ്ണുദാസ്, സുനിസ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. റോഡിൽ ശുചിമുറി മാലിന്യം തള്ളി. ഏരൂർ നെട്ടയത്താണ് സംഭവം. അഗ്നിരക്ഷാസേന എത്തിയാണ് റോഡിൽ നിന്നും മാലിന്യം ഒഴുക്കിക്കളഞ്ഞത്. നെട്ടയം രാജരത്നം തോട്ടം ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ രാത്രി ശൗചാലയ മാലിന്യം തള്ളിയത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കുരുവിക്കോണം 2 ഏക്കർ മുക്ക് റോഡിൽ 1/2 കിലോമീറ്ററോളം ദൂരത്തിലാണ് മാലിന്യം തള്ളിയത്. നാട്ടുകാർ ഏരൂർ പോലീസിൽ വിവരമറിയിച്ച് പരിശോധന നടത്തിയെങ്കിലും മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനമോ കുറ്റക്കാരെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചതിന് പിന്നാലെയാണ് മാലിന്യം തള്ളിയത്. CCTV ക്യാമറകളും പ്രവർത്തനരഹിതമായി. ബോധപൂർവം ചെയ്തതാണെന്ന സംശയമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നെട്ടയം രാജരത്നം തോട്ടം തൊട്ട് കോണത്തുമുക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ കാലങ്ങളായിട്ട് കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരവസ്ഥ. നേരത്തെ 2 പ്രാവശ്യം തോട്ടത്തിലാവട്ടെ തള്ളി. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു ടാങ്കർ കൊണ്ടുവന്ന് അവിടെ ഒഴിച്ച് രാജരത്നം തോട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ലെന്നാണ് ഇന്നിപ്പോൾ അറിയുന്നത്. ഒരു 12 മണിക്ക് ഇപ്പം കറണ്ടും കളഞ്ഞേച്ച് ഇതുപോലത്തെ വേല നമ്മുടെ മുറ്റത്ത് കൊണ്ട് ഒഴിച്ചേച്ച് പോയേക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. നമുക്കിവിടെ കിടക്കാൻ വയ്യ, നാറ്റം കാരണം ഇവിടെ ഇരിക്കാനും വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുക. ഞങ്ങളിനി എന്ത് ചെയ്യണോ അതിന് അധികാരികൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ പിള്ളേരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ളൊരു തയ്യാറെടുപ്പ് നിൽക്കുന്നു. അത്രയും വാടയായത് ഇതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കുറേ കാലങ്ങൾ കൊണ്ട് ഈ ഒരു പ്രദേശം ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി പഞ്ചായത്ത് കൊണ്ടുവന്ന് 6 ലക്ഷം രൂപയോ 7 ലക്ഷം രൂപയോ മുടക്കി CCTVയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പ്രദേശത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പും മാലിന്യം തള്ളിയിരുന്നു. പുല്ലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് റോഡിലെ മാലിന്യം കഴുകി വൃത്തിയാക്കിയത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അവധിക്കാലമായതോടെ സജീവമായി പ്രാദേശിക ടൂറിസം മേഖല. മൺട്രോത്തുരുത്തിൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികളുടെ തിരക്കേറി. കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ളത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. അവധിക്കാലമായതോടെയാണ് കൊല്ലത്തിന്റെ പ്രാദേശിക ടൂറിസം മേഖല കൂടുതൽ സജീവമായത്. മൺട്രോത്തുരുത്തിൽ ഉൾപ്പെടെ തദ്ദേശീയരും അല്ലാത്തതുമായ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബോട്ട് യാത്ര ഉൾപ്പെടെ ആസ്വദിക്കാനായാണ് ഇവിടെ വിനോദസഞ്ചാരികൾ എത്തുന്നത്. ഒരു വള്ളത്തിന് 1 മണിക്കൂറിന് 600 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. കുട്ടവഞ്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കായലിന്റെ മധ്യഭാഗത്തുള്ള കണ്ടൽക്കാട് കൊണ്ടുള്ള ആർച്ച് മനോഹരമായ കാഴ്ചയാണ്. വിവാഹ ഫോട്ടോഷൂട്ടുകളും ഇവിടെ നിത്യ കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് വോട്ട് അഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥിയുടെ മക്കൾ. ഗണേഷ് കുമാറിന്റെ മക്കളായ ആദിത്യനും ദേവനുമാണ് അച്ഛനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത്. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഇടതുപക്ഷ
ഗണേഷ് കുമാറിന്റെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിണറായി സർക്കാരിലെ വിദഗ്ധരായ മന്ത്രി മൂന്നാം പിണറായി സർക്കാരിൽ വിദഗ്ധരായ മന്ത്രിയായി മാറുക. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ആവേശകരമായാണ് മുന്നോട്ടു പോകുന്നത്. ഗണേഷ് കുമാറിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മക്കളും സിനിമ സീരിയൽ താരങ്ങളും രംഗത്തുണ്ട്. ഗണേഷിന്റെ മക്കളായ ആദിത്യനും ദേവനും അച്ഛനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് രംഗത്തെത്തി. വളരെ സന്തോഷം, നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായി നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വർഷം ഇവിടുത്തെ വികസനങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്കായി ഫുൾ ടൈം മാറ്റിവെച്ച് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇപ്രാവശ്യം ജയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഇനിയും കാണണം എല്ലാം ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അതൊന്നും പറയുന്നില്ല. നന്ദി. ഞാൻ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരോടും അച്ഛനെ കാണാനും സ്വീകരിക്കാനും എല്ലാവരും എത്തിയതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും നാളും അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛന് വേണ്ടി വോട്ട് ചെയ്ത് അച്ഛനെ ജയിപ്പിച്ചതിനും എല്ലാത്തിനും ഞാൻ എല്ലാവരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യവും എല്ലാവരും അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് ടെലിവിഷൻ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്ത് അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിലെ വൻ ജനക്കൂട്ടങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് LDF സ്ഥാനാർത്ഥിക്കുള്ളത്. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടെലിവിഷന്റെ മിനിയേച്ചറുകളും വാഴക്കുലയും കൊന്നപ്പൂക്കളും കിരീടവും എല്ലാം നൽകിയാണ് സ്ഥാനാർത്ഥിയെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ സ്വീകരിച്ചത്. ഞങ്ങൾ വെറും 25 വർഷം ഈ നാട്ടിൽ ജീവിച്ച് ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി ഈ നമ്മുടെ ഈ സ്വീകരണം നടക്കുന്ന മുൻപ് കിടന്ന റോഡടക്കം ദേശീയ നിലവാരമുള്ള ഗ്രാമീണ റോഡുകളും എല്ലാം നിർമ്മിച്ച് പത്തനാപുരത്ത് താലൂക്ക് ആശുപത്രി അടക്കമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തന്ന എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായ ജനവിധി എഴുതുന്ന എന്നെ ടെലിവിഷൻ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. വോട്ടിംഗ് മെഷീനിലെ 5ാമത്തെ സ്വിച്ചാണ് ടെലിവിഷൻ അടയാളം എൻ്റെ ഫോട്ടോയിൽ നോക്കി കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ അനുഗ്രഹിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. പത്തനാപുരത്തിന്റെ നന്മയ്ക്കായി പത്തനാപുരത്തെ ജനങ്ങളുടെ നന്മയ്ക്കായി അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവിധ നന്മകളും വിജയങ്ങളും നമുക്ക് ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ സ്വീകരണ പര്യടനം വെള്ളംതെറ്റിയിൽ നിന്നും ആരംഭിച്ച് കുരിപ്പള്ളിയിൽ സമാപിച്ചു. അഡ്വക്കേറ്റ് S വേണുഗോപാൽ, N ജഗദീശൻ, നെടുവന്നൂർ സുനിൽ, GR രാജീവൻ, H നജീബ, മുഹമ്മദ്, വിഷ്ണു ഭഗത്, മെഹ്ജാബ, സലാം, നസീമ ഷാജഹാൻ എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. എറണാകുളം സ്വദേശികളായ ബിജു ബാലയും ഭാര്യ രശ്മിയുമാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വിദേശ രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ രൂപീകരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. വിദേശ രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ രൂപീകരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലാണ് എറണാകുളം സ്വദേശികളായ ബിജു ബാലയും രശ്മിയും അറസ്റ്റിലായത്. ഗൾഫ്, യൂറോപ്പ് രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ഉയർന്ന പദവിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവർ കോടികൾ തട്ടിയത്. ഓസ്ട്രേലിയയിൽ PR ലഭ്യമാക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി കേരളത്തിൽ നിന്നും നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര പൂയപ്പള്ളി സ്വദേശി ബിജുവിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് ദമ്പതികളെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ ഏകദേശം 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ എത്തിച്ച് ജോലിയും പെർമനന്റ് റെസിഡൻസിയും വാങ്ങി നൽകാം എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ബിജുവിന്റെ സുഹൃത്ത് മുഖേനയാണ് ദമ്പതികളെ പരിചയപ്പെട്ടത്. ഓസ്ട്രേലിയയിൽ ഉയർന്ന കമ്പനി നടത്തുന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുള്ള ദമ്പതികളുടെ ഫോൺ കോളിൽ ബിജു കുടുങ്ങുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് വഴിയും Paytm വഴിയും ലക്ഷങ്ങൾ പ്രതികൾ കൈക്കലാക്കി. തുടർന്ന് വീട്ടിലെത്തി 10,50,000 രൂപയും കൈമാറി. തുടർന്നാണ് തട്ടിപ്പാണെന്ന് ബോധ്യമായത്. ഇതേ തുടർന്നായിരുന്നു ബിജുവിന്റെ പരാതി. പൂയപ്പള്ളി പോലീസിന്റെ അന്വേഷണത്തിൽ എറണാകുളം മരടിലെ വാടക വീട്ടിൽ നിന്നുമാണ് ദമ്പതികളെ പിടികൂടിയത്. വ്യാജ മാട്രിമോണിയൽ സൈറ്റുകളിലൂടെ വിവാഹ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചതായും ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ പരാതികളുണ്ട്. എറണാകുളം സ്വദേശിനിക്ക് 80 ലക്ഷവും ഓൺലൈൻ ട്രാൻസാക്ഷൻ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ നഷ്ടമായവരുമുണ്ട്. കായംകുളം, കണ്ണൂർ സ്റ്റേഷനുകളിൽ 15ഓളം പരാതികൾ ഇവരുടെ പേരിലുണ്ട്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിലെ LDF സ്ഥാനാർത്ഥി C അജയ് പ്രസാദിന് സ്വീകരണം നൽകി. ആരംപുന്നയിൽ നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത്.
പുനലൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദിനാണ് പുനലൂർ വെസ്റ്റ് മേഖലയിൽ ആവേശകരമായ സ്വീകരണം നൽകിയത്. ആരംപുന്നയിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത്. ശാസ്താംകോണം വാർഡിൽ നൽകിയ സ്വീകരണത്തിന് റോയി, റാണി ചാൾസ്, സുജാത, വിമല ഗുരുദാസ്, ദിലീപ്, ജോമേഷ്, ബിന്ദു, ഹരികുമാർ, കാസിലസ് ജൂനിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വീകരണ പരിപാടി കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് A. ഷാജു ഉദ്ഘാടനം ചെയ്തു. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസം 4-ാം തീയതിയാണ് അതിന്റെ വിധി പ്രഖ്യാപിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നാട്ടിലാകെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2011 മുതൽ 2016 വരെ കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നടപ്പാക്കിയ അന്നത്തെ ഭരണം കൂടി വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ സർക്കാർ നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്കിതുവരെ കുടിശ്ശികയില്ലാതെ 1 മാസത്തെ പെൻഷൻ അഡ്വാൻസായി നൽകിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ സർക്കാർ സ്നേഹം പങ്കിട്ടിട്ടുള്ളത്. ആരംപുന്ന, 10 ഏക്കർ, ചെമ്മന്തൂർ റെയിൽവേ ഗേറ്റ്, മുസാവരി, ചാലക്കോട്, കാഞ്ഞിരമല, പേപ്പർമിൽ, നെടുങ്കയം, ശാസ്താംകോണം എന്നിവിടങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത്. ഭരണിക്കാവിൽ നൽകിയ സ്വീകരണത്തിന്റെ സമാപനം NCP സംസ്ഥാന കമ്മിറ്റി അംഗം K. ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. ബിജു, P. സജി, പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ധാന്യക്കതിരും അരിവാളോടെയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണേ എന്ന അപേക്ഷ ഈ നാട്ടിലെ പ്രിയപ്പെട്ട സമ്മതിദായകരോടും സഹോദരി സഹോദരന്മാരോടും ആ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായി കഴിഞ്ഞ നീണ്ടകാലം 4 പതിറ്റാണ്ടിലേറെ കാലം ഈ നാടിനു വേണ്ടി, നാട്ടിലെ സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി, പണിയെടുക്കുന്നവർക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഞാൻ. ഏതെല്ലാം സന്ദർഭങ്ങളിൽ സാധാരണക്കാരൻ്റെ തൊഴിലാളികളുടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ ആ നീതിക്ക് വേണ്ടി ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ പണിയെടുക്കുന്നവരോടൊപ്പം ഞാനുണ്ടായിരുന്നു. കശുവണ്ടി തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ആട്ടോ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അടക്കം എല്ലാ വിഭാഗം തൊഴിലാളികളോടും ചേർന്ന് അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാനുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഭാഗമായി എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചു തന്ന ഈ ചുമതല, സ്ഥാനാർത്ഥിത്വം വളരെ അഭിമാനത്തോടു കൂടി ഞാൻ സ്വീകരിച്ചു. അത് ഈ നാട്ടിലെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനവാസ മേഖലയിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. പുനലൂർ ശാസ്താംകോണം പാറമുക്കിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. പുനലൂർ ശാസ്താംകോണം പാറമുക്കിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പെരുമ്പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങിയ പാമ്പ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് കയറിപ്പോകുന്നത് ബൈക്ക് യാത്രികരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇവർ ഉടൻ തന്നെ വീട്ടുകാരെ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി പുരയിടത്തിൽ തിരച്ചിൽ നടത്തി പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. സ്ഥലത്തെത്തിയ വനംവകുപ്പ് അധികൃതർക്ക് പാമ്പിനെ കൈമാറി. രാത്രി സമയത്ത് പാമ്പിനെ കണ്ടത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തിയെങ്കിലും യുവാക്കളുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലാണ് പാമ്പിനെ പിടികൂടി പരിഭ്രാന്തി ഒഴിവാക്കാൻ കാരണമായി മാറിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് UDF വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് LDF ആരോപിച്ചു. കായംകുളത്തെ വെട്ടിമുറിച്ചവർക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചുപോയ KC വേണുഗോപാൽ കായംകുളത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തില്ല. എന്നാൽ കായംകുളത്ത് വൻ വികസനമാണ് MLA നടത്തിയതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. 10 വർഷക്കാലം കായംകുളം മണ്ഡലത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതിരിക്കാനാണ് UDF വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് LDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് വിജയിച്ചുപോയ KC വേണുഗോപാൽ വാഗ്ദാനങ്ങളല്ലാതെ യാതൊന്നും കായംകുളത്തിനായി നൽകിയില്ല. കായംകുളത്തെ RMS ഓഫീസ് പൂട്ടിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. CPCRIയിൽ യാതൊരു വികസനവുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ പുതിയതായി ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഒരു പുതിയ ട്രെയിനിന് പോലും സ്റ്റോപ്പ് അനുവദിക്കാൻ MPക്ക് കഴിഞ്ഞില്ല.
BSNL ഓഫീസ് ഗുരുതരമായ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. കായംകുളത്തെ വെട്ടിമുറിച്ചവർക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചു പോയ KC വേണുഗോപാൽ കായംകുളത്ത് ഉയരപ്പാത കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനം മാത്രമായി ഇത് നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ UDF നേതൃത്വം മറുപടി പറയണമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. വികസനത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് LDF മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 517 റോഡുകളാണ് മണ്ഡലത്തിൽ നിർമ്മിച്ചത്. 226 കോടി രൂപ റോഡുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചു. കൂട്ടുംവാതുക്കൽ കടവ് പാലം ഉൾപ്പെടെ 16 പാലങ്ങൾ പൂർത്തീകരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് 69 കോടി രൂപ വിനിയോഗിച്ചു. വിദ്യാലയങ്ങൾക്ക് കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കി. 65 PHSC സെന്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വിപുലമായ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 519 കോടിയുടെ കുടിവെള്ള പദ്ധതി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നു. ഓഫീസുകളെല്ലാം സ്മാർട്ടായി. വൈദ്യുതി മേഖലയിൽ 60 കോടി 42 ലക്ഷത്തിന്റെ പദ്ധതികൾ നടപ്പാക്കി. ചികിത്സാ സഹായത്തിൽ കായംകുളം മണ്ഡലമാണ് സംസ്ഥാനത്ത് തന്നെ ഒന്നാമതെന്നും LDF നേതാക്കളായ അഡ്വക്കേറ്റ് KH ബാബുജാൻ, അഡ്വക്കേറ്റ് A ഷാജഹാൻ, B അബിൻ ഷാ, N ശ്രീകുമാർ, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി എന്നിവർ പറഞ്ഞു. നമ്മുടെ MLA സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഈ മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്തു, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ കൈകളിലേക്കും ഒരു വികസന രേഖ ഞങ്ങൾ എത്തിക്കുക. ആ വികസന രേഖയുടെ കോപ്പി കായംകുളത്തെ എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ടാവും. ആ ബൃഹത്തായ പ്രവർത്തന പരിപാടിയിലേക്ക് ഞങ്ങൾ പോവുക. അത് നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു MP ഉണ്ട്, ശ്രീ KC വേണുഗോപാൽ MP. അദ്ദേഹത്തിന് ഈ വികസന കാര്യങ്ങളിലൊന്നും ഒരു പങ്കുവരില്ല. അതെന്താ ഈ മണ്ഡലത്തിൽ വികസനത്തിന് വേണ്ടി ചെയ്യാൻ? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ, വിശേഷിച്ച് കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സ്ഥലത്തെ എന്ത് വികസന കാര്യത്തിലാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്നത്? ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുക, ഈ നാട് ചർച്ച ചെയ്യട്ടെ. ശ്രീ KC വേണുഗോപാൽ മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന എന്ത് വികസന പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ? ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം MP ആയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ പലതും കൂട്ടിപ്പോയി. പ്രധാനമായിട്ടൊന്ന് RMS ഓഫീസ്, കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ടായിരുന്ന RMS ഓഫീസ് പൂട്ടി. എന്താണ് UDFന് പറയാനുള്ളത്? ശ്രീ KC വേണുഗോപാലിന് എന്ത് പറയാനുണ്ട്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം നൽകിയിരുന്ന ഒരു ബൃഹത്തായ സ്ഥാപനം അടച്ചുപൂട്ടിപ്പോയിരിക്കുന്നു. എന്താണ് നമ്മുടെ BSNL ഓഫീസിൻ്റെ അവസ്ഥ? എത്ര പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ. അവിടെ പോയി വരുന്നവരൊക്കെ എത്രയോ വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. 150-150 ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാപനം 12 പേരിലേക്ക് ചുരുങ്ങുകയും അവിടെ പല സ്ഥാപനങ്ങൾക്കും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പരിതാപകരമായ അവസ്ഥയിലേക്ക് BSNL ഓഫീസ് എത്തി. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, MP ആണ് ഇടപെടേണ്ടത്. അവിടെ പൂർണ്ണമായും സജ്ജമാക്കാൻ MP ആണ് പ്രവർത്തിക്കേണ്ടത്. യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും അതിന്മേൽ MP നടക്കുന്നതായി ഞങ്ങൾക്കറിയുന്നില്ല. അദ്ദേഹം അത് വ്യക്തമാക്കണം. MP ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ? കായംകുളം BSNL ഓഫീസ് അത് സജീവമാക്കാൻ MP ഇടപെടുന്നുണ്ടോ എന്നവർ ഞങ്ങൾക്കറിയാം. ന്യൂസ് ബ്യൂറോ, കായംകുളം. LDF മേഖലാ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി കിഴക്ക് മേഖലാ റാലിയാണ് നടത്തിയത്. പബ്ലിക് മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച റാലി ICSൽ സമാപിച്ചു. LDF മൈനാഗപ്പള്ളി കിഴക്ക് മേഖലാ റാലിയാണ് നടത്തിയത്. കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മേഖലാ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. പബ്ലിക് മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച റാലി ICSൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാണു മാസ്റ്ററെ ഇടയ്ക്ക് വെച്ച് ഒരു 2-3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF മാറ്റി നിർത്തിയപ്പോൾ ആ നാണു മാസ്റ്ററെ നിങ്ങൾ വിളിച്ചോണ്ട് പോയല്ലോ. ആ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് പിന്നെ മനുഷ്യരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചോണ്ട് പോയല്ലേ. അദ്ദേഹം മരിച്ചപ്പോഴല്ലേ ആളുകൾ പിന്നെ അറിയുന്നത് നാണു മാസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന് ഒരു വാടക വീട്ടിൽ താമസിച്ചു തുടങ്ങി അതേ ജീവിത സാഹചര്യത്തിൽ ഒരു വാടക വീട്ടിൽ തന്നെ താമസിക്കുന്ന ഈ കുഞ്ഞുമോനെ ഞങ്ങൾ മാറ്റി നിർത്തി എടുത്തങ്ങോട്ട് കളഞ്ഞാൽ ഇങ്ങനെ പച്ച പിടിച്ച് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ തകർത്ത് കളയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അയാളെ നല്ല ഒന്നാന്തരം MLA ആക്കി സ്ഥലത്തിൽ നിർത്താനാണ് കുന്നത്തുളത്തിൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ആമുഖം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുക. സിറാജ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. വിജയകൃഷ്ണൻ, രജനി സുനിൽ, അൻസർ ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
അവധിക്കാല ചെസ് പരിശീലനത്തിന് തുടക്കമായി. കൊല്ലം ജില്ലാ ചെസ് അസോസിയേഷനും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും സംയുക്തമായാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാം. കൊല്ലം ജില്ലാ ചെസ് അസോസിയേഷനും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും സംയുക്തമായാണ് അവധിക്കാല ചെസ് പരിശീലനം ആരംഭിച്ചത്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ സൗജന്യമായി ചെസ് പരിശീലനം നൽകുന്നത്. കുട്ടികളിലെ ബുദ്ധിവികാസം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വളർന്നുവരുന്ന ദുഷ്പ്രവണതകളിൽ നിന്ന് അകലം പാലിക്കുന്നതിനും ഇത് സഹായകരമാവുമെന്ന് ടൗൺ ക്ലബ്ബ് ഭാരവാഹികളായ NS അജയ്കുമാറും ശിവകുമാറും പറഞ്ഞു. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും കരുനാഗപ്പള്ളി നൈറ്റ് ചെസ് അക്കാദമിയും ചേർന്ന് വർഷങ്ങളായി നടത്തി വരാറുള്ള ചെസ് പരിശീലന ക്യാമ്പ് ഈ വർഷവും വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ഈ വേനൽക്കാലത്ത് നടത്തുന്ന ഒരു നല്ല സംരംഭമാണ്. അതിൽ എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളെ കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം തന്നെ പല മത്സരങ്ങളിലും വൻ വിജയം സ്റ്റേറ്റ് ലെവൽ വരെ നേടിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ ലെവലിൽ പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളും ഇതിൽ വൻ വിജയം തന്നെ നേടിയിട്ടുണ്ട്. ഈ എല്ലാ വർഷവും നടന്നു വരുന്നതായ ഈ ചെസ് ക്യാമ്പ് ഈ വർഷവും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. അതുതന്നെ ഈ കോച്ചിങ് ക്യാമ്പിൻ്റെ ഒരു മികവാണ്. അതിൽ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അവരെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ മൊബൈലുമായിട്ട് ഇരിക്കാതെ അവർ പ്രത്യേകമായൊരു ക്രിയേറ്റിവിറ്റി, പ്രത്യേകിച്ചും ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു കായിക രംഗം തന്നെയാണ് ഈ ചെസ്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നവീന രീതിയിലാണ് പരിശീലനം നൽകുന്നത്. ചെസ് അധ്യാപകൻ ഉണ്ണികൃഷ്ണനാണ് പരിശീലകൻ. താല്പര്യമുള്ളവർക്ക് ടൗൺ ക്ലബ്ബുമായി ബന്ധപ്പെടാം. അവധിക്കാലത്ത് കുട്ടികളെ അവർക്ക് നല്ല ഊർജ്ജസ്വലമായ ഒരു സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയായിട്ടാണ് ചെസ് പരിശീലനം ഇവിടെ ആരംഭിച്ചത്. ഫോൺ പോലുള്ള ഡിവൈസുകളിൽ അഡിക്റ്റാകാതെ അവർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ഈ അവധിക്കാലം ഉപയോഗിക്കാനായിട്ട് ഒരു പരിപാടിയാണ് ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുന്നോടിയായുള്ള 48 മണിക്കൂറിൽ കർശന നിയന്ത്രണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കും. വോട്ടർമാർ ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലുടനീളം LDF അനുകൂല തരംഗമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരളം കൊണ്ടുവന്ന ജനകീയ ബദൽ രാജ്യത്താകെ രൂപപ്പെടണമെന്ന ആശയമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. RSSനെതിരായ വോട്ടുകൾ സ്വീകരിക്കുമെന്നും MA ബേബി. നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.